ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഞാനൊരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. മോർഫി റിച്ചാർഡ്സ് OTGയുടെ റിവ്യൂ ആണ്. ഇതാണ് മോർഫി റിച്ചാർഡ്സ് OTG. ഇത് 52 ലിറ്ററിന്റെ OTG ആണ്. അതിനു മുമ്പ് തന്നെ ഞാൻ എന്താണ് OTG എന്നും അതുപോലെ തന്നെ മൈക്രോവേവും OTGയും തമ്മിലുള്ള ഡിഫറൻസും എന്താണെന്നൊന്ന് പറയാം. കാരണം കുറേ പേർക്ക് അത് അറിയില്ല. ഞാനടക്കം കുറേ പേര് അതെന്താണെന്ന് അറിയാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയാം. ഇതാണ് നമ്മുടെ മൈക്രോവേവ്. മൈക്രോവേവ് മെയിൻലി യൂസ് ചെയ്യണത് സാധനങ്ങൾ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആഹാരം ചൂടാക്കുക, നമ്മുടെ ചോറും അതുപോലെ തന്നെ കറികളും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ബേസ് മോഡൽ. ഇതിന്റെ തന്നെ കൺവെൻഷണൽ മൈക്രോവേവ് ഉണ്ട്. കൺവെൻഷണൽ മൈക്രോവേവിലാണ് നമ്മൾ ബേക്ക് ചെയ്യാനും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുക, അതുപോലെ ഗ്രില്ല് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൺവെൻഷണൽ മൈക്രോവേവ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസ് മൈക്രോവേവ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഹീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്. ഏകദേശം ഒരു 4000 രൂപ തൊട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ കൺവെൻഷണൽ മൈക്രോവേവ് ഒക്കെ ആകുമ്പോൾ ഒരു 8000 9000 മേലേക്കാണ് കൺവെൻഷണൽ മൈക്രോവേവ് കിട്ടുക. അതിലാണ് കൂടുതൽ ഫങ്ഷൻസും ഒക്കെ ഉണ്ടായിരിക്കാം. ഇനി ഇതും നമ്മുടെ കൺവെൻഷണൽ മൈക്രോവേവും OTGയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും യൂസ് ചെയ്യേണ്ടത് ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ വേണ്ടി തന്നെയാണ്. പക്ഷേ കൺവെൻഷണൽ മൈക്രോവേവിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ OTGയിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അതുപോലെ തന്നെ കൺവെൻഷണൽ മൈക്രോവേവിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. കുറേ കാര്യങ്ങളുടെ കുറേ സ്വിച്ചുകളും അതും ഇതും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ OTGയിലെ അതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അധികം ഫങ്ഷൻസ് ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നല്ല പെർഫെക്ഷനും കിട്ടും. ഇപ്പൊ കേക്കൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ടേസ്റ്റിൽ വരും. ഗ്രില്ല് ചെയ്യുകയാണെങ്കിലും ബേക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ. അതാണ് ഈ കൺവെൻഷണൽ മൈക്രോവേവും OTGയും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ OTG നമുക്ക് ഏത് റേഞ്ചിലും കിട്ടും. ഒരു 4000 റുപ്പീസ് തൊട്ട് നമുക്ക് OTG കിട്ടും, ചെറിയ OTGകൾ. പക്ഷെ കൺവെൻഷണൽ മൈക്രോവേവ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേഞ്ച് വരും, നല്ല പ്രൈസ് റേഞ്ച് വ്യത്യാസം വരും. ഞാനും ഇത് മേടിക്കുന്ന സമയത്ത് ഇത്രയും വലുത് വേണോ, ഇത് 52 ലിറ്റർ ആണ്, ഇത്രയും വലുത് ആവശ്യമുണ്ടോ ഒരു വീട്ടിലേക്ക് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മേടിക്കുമ്പോൾ കുറച്ച് വലുത് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം വല്ല വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ചെറിയ OTG ആകുമ്പോൾ വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് വലുത് മേടിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ വളരെ ചെറിയ ഉപയോഗമൊക്കെ ഉള്ളൂ, വല്ലപ്പോഴൊക്കെ ബേക്ക് ചെയ്യേണ്ടത്, വല്ലപ്പോഴൊക്കെ ഗ്രില്ല് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളവർക്ക് വളരെ 28 ലിറ്റർ ഒക്കെ തൊട്ടുള്ള OTGകൾ കിട്ടും. മോർഫി റിച്ചാർഡ്സിന്റെ 52 ലിറ്റർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 60 ലിറ്ററിന്റെ ആണ്. അതുവരെ ഉള്ളൂ മോർഫി റിച്ചാർഡ്സിന്റെ OTG ഉള്ളത്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 52 ലിറ്ററിന് 9999 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അന്ന് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ അതേ സാധനം തന്നെ ഞാൻ ഇപ്പം ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 9999 രൂപയ്ക്ക് കിട്ടാനില്ല. അതിലും കൂടുതലാണ്, 10,000 എബോവ് ആണ്. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ കാർട്ടിൽ ഇട്ടിട്ട് സേവ് ചെയ്തിടുക. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിന് കിട്ടും. അല്ലെങ്കിൽ ഓഫർ വരുന്ന സമയത്ത് വാങ്ങുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാനിതിൻ്റെ ജസ്റ്റ് ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഉള്ളിൽ ഇതുപോലെ ഒരു നല്ല സ്പേസ് ആണ്. ഒന്നാമത് നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ലൈറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇതാണ് ഒരു ട്രേ ഉണ്ടായിരിക്കും, പിന്നെ ഒരു വയർ റാക്ക് ഉണ്ടായിരിക്കും, പിന്നെ അടിയിൽ ചെറിയ മുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വന്ന് വീഴുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിയിൽ കോയിലുകൾ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ മേലെയും ഇതുപോലെ കോയിൽസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ 2 എണ്ണം. ഇത് നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 കുടിലെന്നോ എന്തോ പറയാം ഇതിന്. ഇത് 2 എണ്ണം കിട്ടും. പിന്നെ ഇത് നമുക്ക് റോട്ടിസോർ ചിക്കൻ, അതായത് നമുക്ക് മുഴുവനായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ ഇങ്ങനെ തിരിയണ കണ്ടിട്ടില്ലേ, ഒറ്റ കോഴി ഇതിൽ കോർത്തിടും, എന്നിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ കുടിലെ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ OTGയിലേക്ക് ഈ ചിക്കനെ ഇറക്കി വെക്കുക. ഇത് കിട്ടും. പിന്നെ ഉള്ളത് ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് കിട്ടും. അതുപോലെ തന്നെ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഡിസ്കും. ഇത്രയും സാധനങ്ങളാണ് ഈ OTGയുടെ കൂടെ നമുക്ക് കിട്ടുക. ഇനി ഞാനിതിൻ്റെ ഫങ്ഷൻസ് ഒന്ന് പറയാം.
ആദ്യം ഇത് ടെമ്പറേച്ചറാണ്, ഇത് നമുക്ക് 230 ഡിഗ്രി വരെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫങ്ഷൻസ്, ഇതാണ് ഫങ്ഷൻസ്. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷനിലാണ് നമ്മൾ ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് റോട്ടിസോറി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ. ഇതിൻ്റെ മുകളിൽ നിന്നും അടിയിൽ നിന്നും ചൂട് വരും. കോഴി ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ ആ കമ്പിമ കുത്തിയിട്ടത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. ഇത് നമുക്ക് സാധാരണ ചിക്കനും അതുപോലെ തന്നെ ഫിഷും ഒക്കെ ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ. ഇത് ജസ്റ്റ് ഫാൻ മാത്രം. ഇത് നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് വെറുതെ ലൈറ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ ഇത് സാധാരണ നമ്മുടെ ടൈമർ, ഇത് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് മേടിച്ചിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ ജൂൺ ലാസ്റ്റാണ് ഇത് മേടിച്ചത്. ഇത് മേടിച്ചിട്ട് പരമാവധി ഇതിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റാവുന്ന എല്ലാ പണികളും എടുത്തു. ഫിഷ് ഗ്രില്ല് ചെയ്തു, അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തു, റോട്ടിസോറി ചെയ്തു, പിന്നെ കേക്ക് ഉണ്ടാക്കി, പാസ്ത ബേക്ക് ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു, ഒരു കുറ്റവും പറയാനില്ല. പക്ഷെ 1-2 ഡ്രോബാക്ക് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ചൂടാകും. അതും നന്നായി ചൂടാവും, നല്ലപോലെ ചൂടാവും. അപ്പോൾ ഇതുപോലെ വെള്ളം കുപ്പികൾ ഇതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞണങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ഓണാക്കുന്ന സമയത്ത് ഇച്ചിരി നീക്കി വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് അന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് കറക്റ്റ് ആയിട്ടാണോ, ഇത് കറക്റ്റ് പീസ് തന്നെയാണോ വന്നിരിക്കുന്നത്, ഡാമേജ് ഒന്നും ഇല്ലല്ലോ എന്ന്. ഞങ്ങൾ ആദ്യം മേടിച്ച സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് അടയില്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ളിൽ നിൽക്കില്ല, ചൂടൊക്കെ പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ശരിക്കും ബേക്ക് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് തന്നെ നോക്കിയതുകൊണ്ട് അപ്പം തന്നെ അത് റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. അവർ പുതിയത് നമുക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും വാങ്ങുമ്പോൾ അന്ന് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഐറ്റെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പം തന്നെ റിട്ടേൺ ചെയ്യുക. അതിനുള്ള സൗകര്യം ഓൺലൈനിലുണ്ട്. ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നേക്കാൾ ഇച്ചിരി പൈസ കൂടുതലാണ്. അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അതിൽ വെച്ച് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് സെർച്ച് ചെയ്ത് വാങ്ങാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ.